നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം ആഡ് ചെയ്യാറുള്ള ഒരു ഹെൽത്തിയസ്റ്റ് ഓപ്ഷനാണ് ഈ കാണുന്ന ഒരു ഓവർനൈറ്റ് ഓട്സ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. 2 പേർക്ക് കൂടി 1 കപ്പ് റോൾഡ് ഓട്സ് എടുത്തേക്കണം. അതിനുശേഷം നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്യാം. ഞങ്ങൾ എടുത്തേക്കുന്ന ഡേറ്റ്സ്, ആൽമണ്ട്, പിന്നെ ചിയ സീഡ്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ഇത്രയാണ് എടുത്തേക്കണത്. അപ്പോൾ ഇതെല്ലാം 2 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ വെച്ചാണ് 2 പേരുള്ളത് കൊണ്ട് ഒരാൾക്ക് ഓരോ ടേബിൾ സ്പൂൺ വെച്ചെടുത്തത്. പിന്നെ ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി അധികം കൂടി പോകാനും പാടില്ല. പിന്നെ എടുത്തേക്കണത് മിൽക്കാണ്, പാല്. ഒരാൾക്ക് 1 കപ്പ് പാലെന്നുള്ള അളവിലാണ് എടുത്തേക്കണത്, 2 കപ്പ്. അത് കഴിഞ്ഞ് മധുരത്തിന് വേണ്ടി കുറച്ച് ഹണി, അതും 2 ടേബിൾ സ്പൂൺ. മധുരം വേണ്ടെന്നാണെങ്കിൽ അത് കുഴപ്പമില്ല, ഓപ്ഷണലാണ്. പഞ്ചസാരയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഹെൽത്തിയസ്റ്റ് കുറച്ചുകൂടെ ഹണിയാണ്. അങ്ങനെ അതും നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് റെഫ്രിജറേറ്റ് ചെയ്യാം. ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇടാം. ഇപ്പം ഞങ്ങൾ ഇതിനകത്ത് ഇത്രയും ഇട്ടേക്കണമെന്നുള്ളൂ. വെയിറ്റ് മാനേജ്മെൻറ്റ് ചെയ്യണവർക്കൊക്കെ ഒരു ഹെൽത്തിയസ്റ്റ് ഓപ്ഷനാണിത്. അങ്ങനെ ഒരു 7 hours ഓവർനൈറ്റ് വെച്ചതിന് ശേഷം ഞങ്ങൾ രാവിലെ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം ഇതേപോലെ ഇരിക്കും. നമ്മൾ പാലിൽ അത് നന്നായിട്ട് സോക്കായിട്ടുണ്ടാവും. ഇതേപോലെ ചെറുതായിട്ടൊരു കട്ട പോലെ ഇരിക്കും. പിന്നെ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു പീനട്ട് മിക്സാണ്. കപ്പലിൻ്റെയും ഹണിയും മാത്രം ചേർത്ത് മിക്സിയിലിട്ടടിച്ച്. പിന്നെ അവക്കാഡോ ഇടാറുണ്ട്, പക്ഷെ അതിപ്പോൾ പച്ച ചെയ്തുകൊണ്ട് ഇട്ടില്ല. പിന്നെ ഏത്തപ്പഴമാണ് ഇട്ടേക്കണത്. ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഇത് മാത്രം ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ആപ്പിളൊക്കെ ഇടാൻ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇന്നലത്തെ പോലെ ഇരിക്കില്ല, കുറച്ച് കട്ടിയായിരിക്കും. അങ്ങനെ ഇതാണ് നമ്മുടെ ഓവർനൈറ്റ് ഓട്സിൻ്റെ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള